ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ പണ്ടത്തെ പോലെ നമ്മൾ രണ്ടുപേരല്ല, ഇപ്പം 3 പേരായിരിക്കുക. അങ്ങനെ നമ്മളൊന്ന് പുറത്തോട്ട് പോവുക. നമ്മൾ കാറിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ കാറിൽ എത്തിയിരിക്കുക. കുഞ്ഞിനെ ബാക്ക് സീറ്റിൽ കാർ സീറ്റിൽ വെച്ചിട്ടുണ്ട്. അവനെ മെയിൻലി നമ്മളൊന്ന് വീഡിയോ ഇടാൻ കുറെ ആയില്ലോ വീഡിയോ ഇട്ടിട്ട്. ആൻഡ് ഓൾസോ ലാസ്റ്റ് വീഡിയോ നമ്മൾ ആനിവേഴ്സറിന്റെ പിറ്റേ ദിവസം കൊണ്ടാണ് ഇട്ടിരുന്നത്. 2 days കഴിഞ്ഞിട്ടുണ്ടോ? 2 days കഴിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ ഡെലിവറി ആയി ഹോസ്പിറ്റലിൽ കിടന്നാണ്. ആൻഡ് ഓൾസോ ഡെലിവറി ആയതെന്ന് വെച്ചാൽ 23rd മോർണിംഗ് 1:46 ആയപ്പോഴാണ് ഡെലിവറി ആയത്. 22nd നമ്മൾ ആനിവേഴ്സറി അന്ന് രാത്രി എനിക്ക് വാട്ടർ ബ്രേക്ക് ആയപ്പോ നമ്മള് വിചാരിച്ചത് അന്നേരം വാവ കിട്ടും. നമ്മൾ ആനിവേഴ്സറി വാവയുടെ ബർത്ത്ഡേ ഒന്നായിരിക്കുന്നു. 22nd മോർണിംഗ് ആണ് വാട്ടർ ബ്രേക്ക് ആയത്. രാത്രി കൊണ്ടുപോയി 23rd 1:46 ആയപ്പോ ഡെലിവറി ആയി വെളി വന്ന്. അതിനുശേഷം ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് നമ്മളെ ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത്, അത്രയ്ക്ക് പ്രൊഫഷണൽസ് ഒന്നുമില്ല, അറിയുന്ന രീതിയിൽ ചെയ്ത് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വ്ളോഗ് ചെയ്യാൻ നേരത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഒബിയസ്ലി നമ്മൾ പുതിയൊരു വ്ളോഗേഴ്സാണ്, അപ്പം അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, നമ്മളും വെച്ച് വരികയാണ്. പിന്നെ എന്ന് വെച്ചാൽ ആരോണിനെ കണ്ടല്ലോ മുമ്പ് നമ്മൾ. ആ പേരിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ആരോമലിന്റെ ആരോയും നന്ദനന്റെ എന്നും, അതാണ് ആരോൺ. മീനിങ് ഒക്കെ ഉണ്ട് ആരോണിന്. എന്താണ് കൊറേ മീനിങ് ഉണ്ട്. ഇത് മുമ്പേ നമ്മള് തീരുമാനിച്ചെന്ന് വെച്ചാൽ ജെൻഡർ പറഞ്ഞപ്പോഴാണ് നമ്മള് പേര് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഗേൾ ആണെങ്കിൽ നിത്താസാന്ന് ഇടാന്നായിരുന്നു പ്ലാന്. ബോയ് അപ്പൊ ആരോമൽ എന്നിട്ട്. പിന്നെ നമ്മളിന്ന് മെയിൻലി വീഡിയോ എടുക്കാൻ ഉള്ള കാരണം നമ്മൾ ഇന്ന് കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. അപ്പം അതിനൊരു ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 50 പൗണ്ട് നമ്മൾ നാട്ടിലൊരു ഏകദേശം 5000 സംതിങ് അത് വരും. അതിനകത്തുള്ള ഫുഡ് എക്സ്പ്ലോർ. ഇവിടെ ടൂട്ടിങ്ങിലെ മാർക്കറ്റിൽ എന്നിട്ട് ടൂട്ടിങ് മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിന്റെ അകത്തോട്ട് കുറച്ച് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഷോപ്സ് ഉണ്ട്, പിന്നെ അല്ലാതെ നോർമൽ ഫുഡ് ഷോപ്സും ഉണ്ട്. നമ്മളെ ഇന്ത്യൻസിന്റെ പാകിസ്ഥാനി എല്ലാ കൺട്രിയും ഉണ്ട്. പിന്നെ അല്ലാതെ ഒരു മാർക്കറ്റിലോട്ട് ഇങ്ങനെ കയറിപ്പം ഇങ്ങനെ എന്താ സ്ട്രീറ്റ് ഫുഡ് സെല് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫുഡുകളുണ്ട്. അവിടെ പോയി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല. ഒരു ചോക്ലേറ്റ് പത്തിരി സ്നിക്കേഴ്സ് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് സ്നിക്കേഴ്സ് കഴിച്ചു. അപ്പം നിങ്ങളും കൂടെ വരിക. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേട്ടാ. അപ്പം നമ്മള് ഇപ്പൊ ഉള്ളത് ക്രോഡലിലാണ്. ഇവിടുന്ന് റൂട്ടിങ് എത്താൻ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ ഒരു 30 to 40 minutes അത്രയുള്ളത്. അപ്പം നമ്മള് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മള് വീഡിയോ എടുക്കാനാണ്. ഗൈസ് കണ്ടോ, മഞ്ഞ കളറായി നിൽക്കുന്ന ട്രീ ഒക്കെ. അതിന്റെ കാരണം ഇവിടെ സമ്മർ പോയി വിന്റർ വരാൻ പോവുകയാണ്. തണുപ്പ് വരുമ്പോൾ ഇനി എല്ലാം കൊഴിഞ്ഞ് ലീഫെല്ലാം പോയി ബ്രാഞ്ചസ് മാത്രമായിട്ട് എല്ലാ മരങ്ങളും ഇങ്ങനെ ഇലയൊന്നും ഇല്ലാതെ കൊഴിഞ്ഞ് നിൽക്കും. ഉണ്ടോ മഞ്ഞ കളറിൽ നിൽക്കുന്നുണ്ടോ? ഈ സൈഡില് വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല തോന്നെ തത്തകളൊക്കെ വരും. നമ്മുടെ നാട്ടിലെ തത്ത, ഇവിടുത്തെ തത്തയൊക്കെ കാണും. ഇവിടെയൊക്കെ മിച്ചം റോഡാണ്. അപ്പൂസേ ഗൈസ് അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്ത് ഇതാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു 2-3 മിനിറ്റിലകം എത്തും. ഇതാ ബേബിക്കുട്ടൻ കിടക്കുക. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ നമ്മൾ ടൂട്ടിങ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുക. ടൂട്ടിങ് മാർക്കറ്റ് കാണിച്ചു തരാം. ഇതാണ് ടൂട്ടിങ് മാർക്കറ്റ്. നമ്മൾ അകത്തോട്ട് കയറാൻ പോവുക.
അപ്പം അത് കാണിച്ചു തരാം. അപ്പം ടോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. എല്ലാം ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടയാണ്. ഇത് മാംഗോ ഒരെണ്ണം ഒരു പോണ്ട, നാട്ടിലെ 100 രൂപ. നല്ല സൈസുള്ള മാംഗോ, പ്ലം, ഓറഞ്ച്, എല്ലാ സാധനവും ഉണ്ട്. എന്തായാലും വേണോ? അപ്പം നമുക്ക് ഫ്രൂട്ട്സ് ലാസ്റ്റ് നോക്കി എടുക്കാം. അപ്പം അതിൻ്റെ ലെഫ്റ്റിൽ ഇതാ ചൈനീസ് കടയാണ് തോന്നുന്നത്. കുറേ സംഭവങ്ങളിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇത് റോസ്റ്റ് ഫിഷ് ആണെന്ന് തോന്നുന്നു. പപ്പടം കണ്ടോ? ചൈനീസ് പപ്പടം. പിന്നെ ഇപ്പുറത്തെ കുറേ സംഭവമുണ്ട്. ബീഫ്, ചിക്കന്, അല്ല ഇത് ചൈനീസ് ഐറ്റമുള്ള. ആ താങ്ക് യു. സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യാൻ തന്നിരിക്കുക. സാമ്പിള് അങ്ങനെയുണ്ട്. മീൻ വറുത്താണൊക്കെ. ചിക്കൻ ഒന്നുമല്ല, അതൊക്കെ ഇഷ്ടമായി നോക്കട്ടെ. ഓഹോ, നമുക്ക് ഒരു പീസ് ചിക്കൻ ഫ്രീ ആയിട്ട് സാമ്പിൾ ചെയ്യാൻ കിട്ടിയതാണ്. കേൾക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ ഷോപ്പിലുള്ള ആൾക്കാർ അവിടെ ഫ്രണ്ടിൽ പോയപ്പോഴേ തന്നതാണ്. നമ്മൾ സാമ്പിൾ ചെയ്തോന്നും പറഞ്ഞു. ഫുള്ളാ ചൈനീസ് ആയിട്ടാണ്. പക്ഷെ സാധനം കൊള്ളാം. ബ്രോസ്റ്റഡ് ആയ ഫില്ലറ്റ് കണക്കാത്ത സംഭവമാണ്. ഇത്രയും ചോദിച്ചോ നമുക്ക് ചെറിയൊരു സംഭവം എടുക്കാം. സോറി മാം, how much are they? £9 a box. ഓക്കെ, നമ്മളൊരു എടുത്തിരിക്കുക. എല്ലാം കുത്തി ഇറക്കുക. താങ്ക് യു സോ മച്ച്. ചേച്ചി എല്ലാം നിറച്ച് തന്നു. ചേച്ചി കുത്തി നിറച്ച് തന്നിരിക്കുക. അടയ്ക്കാൻ പറ്റുമോ? ഓ, ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് ചേച്ചി അടയ്ക്കാൻ എന്തെല്ലാം നോക്കി. ആ സെക്ഷൻ 10 വേണ്ട, കുറെ ഓപ്ഷനുണ്ട്. കാര്യം പോയിട്ട് ഇരിക്കണതാ. അങ്ങനെ നടക്കുകയാണ് ഗൈസ്. കുറച്ച് ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ. പിടിച്ചോ, ഇത് പിടിച്ചോ. ഇതെനിക്ക് വേണം ഗ്രിൽ ഷോപ്പാണെന്നാണ്. കൊയ് റാമൻ ബാറാണ്. എനിക്ക് നൂഡിൽസ് ആണെന്ന് തോന്നുന്നു. മോംസിനെക്കാട്ടി ഇവിടെ ഇതാണ്ട് ഇവിടെ നമ്മുടെ റാമൻസ് നൂഡിൽസാണ്. മോമോസ് ഉണ്ടാകുന്നു. മോമോസ് കഴിക്കണം. ഫുൾ പേഴ്സൺ കഴിക്കണം. യെസ്, naked ramen pork and chicken dumpling. Yeah, how much are they? 12.25. Okay, rich girl, hey, പറ. രണ്ട് സാധനത്തിനാണ് കാശ് ഇത്രയും വലിയ ബില്ല് തന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഗൈസ്, ഞാൻ ഇപ്പം വിളിക്കാം. 1 മിനിറ്റ്. അല്ല, ഇപ്പം വിളിക്കാന്നല്ല, ഇപ്പം എടുക്കാം. 1 മിനിറ്റ്. ഗൈസ്, നമ്മളവിടെ നിന്ന് വാങ്ങിച്ച് ഇതാ അവിടെ നിന്ന് ഇറങ്ങിയ എൻ്റെ പേരാണ് കോയ് റാമൻ ബാർ. ഗൈസ്, അങ്ങനെ നമ്മൾ കറങ്ങി ഇവിടെ നിന്ന് കഴിക്കാന്ന്. ഇവിടെ നിന്ന് കഴിക്കണം, ഇവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ ഗൈസ്, ബൂം ബാപ്പ് ബർഗർ
ഗൈസ്. കണ്ടിട്ട് ഒരു ടവർ കണക്കിരിക്കുന്നുണ്ട്. അതിന് കഴിച്ചു നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ സൈഡ് സ്കിപ്പ് ചെയ്ത് നമുക്ക് പാർക്കിംഗ് ആണ് പ്രശ്നം. അപ്പം പെട്ടെന്ന് അങ്ങ് ഓട്ടിച്ച് പോവുക. ഇനി നമ്മൾ എത്ര ബഡ്ജറ്റാ? 15 പൗണ്ടാ? 15 പൗണ്ട് ലാസ്റ്റ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് കൂടെ പോയിട്ട് വരാം. നമുക്ക് വേണ്ടെന്നല്ല ഇത് ബർഗറും സാൻഡ്വിച്ചാ. ഇത് നമുക്ക് നമ്മളെ ഇതിൽ വരില്ല. ചിക്കൻ ബിരിയാണി. ഇത് ചിക്കൻ ബിരിയാണി ഇരിക്കുന്ന എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. പാവ് ബജിയാണല്ലോ അത്. ആ ആണോ? ബോസ് ബാ പോ. നമ്മൾ നടന്ന് ഇത് ഗേൾസിൻ്റെ ബ്യൂട്ടി പാർലറാണ്. ഇത് എന്തോ ടിങ് ടിങ് എന്നാണ് എന്തോ ഷോപ്പാണ്. ഡക്കാണോ? എവിടെ ഇരിക്കുന്നു? ഡക്ക്. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എത്ര പ്രൈസ് ഉണ്ട്. ഫ്രഷ് ഫ്രൈഡ് നൂഡിൽസ് സ്റ്റഫ് ഇപ്പം പുറമേ ഉള്ളതാണ്. ബിസിയാണെന്ന് തോന്നുന്നു. സോറി ബോസ് എന്ന് അച്ഛൻ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കിട്ടി. ഇത് കൊണ്ടുവന്ന് നന്ദന ആ കടയിൽ നിന്ന് ജ്യൂസ് ഓർഡർ ചെയ്ത് എന്താ ഓർഡർ ചെയ്തത്? എത്ര ടൈം എടുക്കും? 5 minutes. പല്ല് കാണിക്കാതെ. ഇതാണ് ഷോപ്പ്. നമുക്ക് ഇരിക്കാം. പാർക്കിംഗ് ടിക്കറ്റ് ചെയ്യാറായി. പെട്ടെന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു വരാം. ഞാനും കൊച്ചുകടന്ന് ഇറങ്ങി എന്ന് വെച്ചാൽ ഞാനും കൊച്ചുകടന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ അവിടെ പാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് നന്ദന അവിടെ നിന്ന് ജ്യൂസ് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് എടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് എത്തിയിരിക്കുക. അപ്പം നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. ആദ്യം വാങ്ങിച്ചത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് 5 പൗണ്ട് ഉണ്ടായിരുന്നു. അതിനൊരു ജ്യൂസ് വാങ്ങിച്ച്. ഇതാണിത്. എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള മാംഗോ പാഷൻ ഫ്രൂട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഇപ്പോഴേ പറയാം. ഇതാണ് സംഭവം. ഇതിൻ്റെ പേരെന്തായിരുന്നു? ബെറി പാഷനേറ്റ് ആയിരുന്നു. ബനാന മാംഗോ എല്ലാം ആയിട്ട് മിക്സ് അടിച്ചതാ. ഇത് നമുക്ക് എത്ര റേറ്റിംഗ് കൊടുക്കാം? ഇത് ലാസ്റ്റ് കയറിയ ഷോപ്പാ. ഒരു 3 point something കൊടുക്കാൻ പറ്റുന്നത്. 5ല് 3.5 ഒക്കെ കൊടുക്കാം. കുഴപ്പമില്ല. ഹെൽത്തി ജ്യൂസ് എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സ് അടിച്ച സാധനം. ഇതാണ് ഫസ്റ്റ് വാങ്ങിച്ച ഫുഡ്. ഇതാണ് നമ്മൾ ആ ചൈനീസ് കടയിൽ നിന്ന് നമുക്ക് ഇതിൽ സാമ്പിൾ തന്ന കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒരു വിലയെന്ന് വെച്ചാൽ നിയർലി 9 പൗണ്ടാണ്. ആൻഡ് ഓൾസോ ഇത് നിയർലി 550 സംതിങ് ആണ്. 6 പൗണ്ട് വെച്ചിരിക്കുക എന്ന് വെച്ചാൽ നാട്ടിൽ 600 രൂപ. ഇത് കാണിച്ചു കൊടുക്കും. ഇതാണ്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ അടിയിൽ.
റൈസ്, തിന്നാൻ ഗൈസ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചിക്കൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്തു. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ വേ എല്ലാവർക്കും കാണാൻ പറ്റും. ടേസ്റ്റ് ഇതുമില്ല. എല്ലാം ഉണ്ട് അതിൽ. നമ്മൾ ഫുള്ളായിട്ട് കഴിക്കില്ല, ബാക്കിയും കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഇത് നമ്മൾ കുറച്ച് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം നമ്മൾ അടുത്തതിലോട്ട് ട്രൈ ചെയ്യാൻ പോകും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 9 പൗണ്ടാണ്. അപ്പോൾ നാട്ടിലെ 900 രൂപ അല്ലേ? 900 രൂപ അടുപ്പിച്ച് 900 രൂപ മേലെ. ഇത് മറ്റേ സ്വീറ്റ് ചില്ലി ചിക്കൻ, അതെല്ലാം സ്വീറ്റാ. ചൈനീസ് എന്ന് പറയുമ്പോഴേ നൂഡിൽസും സ്പൈസി നൂഡിൽസും ഉണ്ട്. അത് പിന്നെ കള ഇത് ഡിഫറെൻറ്റ് സൈസ് ഓഫ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ചിക്കനുണ്ട്. സ്വീറ്റ് ഉണ്ട്, സോയ ഉണ്ട്, പിന്നെ എന്തുവാ നോർമലും ഉണ്ട്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇത് ചൈനീസ് നോർമലി എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും കഴിക്കാൻ ഇഷ്ടമല്ല. നൂഡിൽസാണ് ഗൈസ്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ 2 ടൈപ്പ് നൂഡിൽസ് ഉണ്ട്, നോർമൽ നൂഡിൽസും സ്പൈസി നൂഡിൽസും. ഇപ്പൊ കണ്ടതാണ് നോർമല്. സ്പൈസി കാണിച്ചു തരാം. സ്പൈസി ഇത് ചെറിയ നൂഡിൽസാ. ചെറിയ സ്പൈസ്നെസ് ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം ഗൈസ്. ബെറ്റർ സ്പൈസി നൂഡിൽസ് ആണ്. ഫുഡ് വന്നാൽ കണ്ണാണ്ടൂടെന്ന് പറഞ്ഞാൽ എന്താണ് ചില ക്യാമറയിൽ നേരിട്ട് നോക്കാത്തത്. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇല്ലാതെ പിന്നെയും ജീവിക്കണം. ഇത് മാത്രം കഴിച്ചൊന്നും പറ്റൂലേ? നമുക്ക് കഴിച്ചോണ്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. കൊള്ളാം. എത്ര റേറ്റിംഗ് കൊടുക്കുന്നു? ഒരു 5 ടേസ്റ്റ് ഉണ്ട്. 4.5 അതൊക്കെ കൊടുക്കാം. എന്ന് വെച്ചാൽ ചിലർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ചിലർക്ക് ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ചൈനീസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഈ സ്പൈസിനെസ് മറ്റേ ഓവറായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കൊള്ളാം. ആ കടയ്ക്ക് നമുക്ക് ഒരു 4.5 കൊടുക്കാം അല്ലേ? നേരത്തെ കഴിച്ചോ? ഒരു പീസ് കഴിക്കാം. ഇത് എനിക്ക് കിട്ടിയില്ല. ഇത് 2 കൊള്ളാം. ഇത് സീറ്റ് എടുത്ത് കഴിച്ചു. ഇത് 2 സെയിമാ? വേറെ ഏതാ? അത് നമ്മൾ കഴിച്ചു. ഇതാണ് നമുക്ക് അവിടെ തന്നത്. ഇത് കഴിച്ചോണ്ടിരുന്നത് ഞാനൊരു ചൈനീസ് ഫാനാ. ചൈനീസ് ഫുഡ് ഫാനാ. ഇത് കഴിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമ്മൾ സെക്കൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് എടുക്കാൻ പോകുന്നത്. അവിടെ നിന്ന് നമ്മള് ഒരു നെയ്ക്കിഡ് റാമൻ എന്ന് വെച്ചാൽ റാമൻ ഒരു നൂഡിൽസ് ആണെന്ന് തോന്നുന്നു. ട്രൈ ചെയ്തിട്ടില്ല. മൊമോസ് ആണ് ഇത്. മൊമോസാ, പക്ഷെ ഇവര് പറയുന്ന ഡംപ്ലിംഗ് ആണ്. ഡംപ്ലിംഗ് മൊമോസ് അല്ലായിരിക്കും. ഡംപ്ലിംഗ് ട്രൈ ചെയ്യാൻ ആദ്യം. മൊമോസിനെ പോലെ ഇരിക്കുന്നത് പക്ഷെ ഡംപ്ലിംഗ്
ഡംപ്ലിങ് ഡംപ്ലിങ് ഡംപ്ലിങ്. ഡംപ്ലിങ് കാണിച്ചു കൊടുക്കട്ടെ. ഇതിന്റെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ എടുക്കട്ടെ. എന്റെ ഫോണിൽ ക്ലാരിറ്റി ഇല്ല. ഫ്ലാഷ് ഇട്ട് എടുക്കാമല്ലോ. അപ്പൊ നമ്മളിത് ഡംപ്ലിംഗ് ആണ്. സോസ് ചരിച്ച് എന്നിട്ട് അവർക്ക് ഇതാണ് കാണാൻ പറ്റോ? ഞാൻ കാണിച്ചത് കേട്ടോ. കാണിക്കറിയില്ലത് കണ്ടോ? ഇതാണ് സംഭവം. അപ്പൊ കാണാം. ഇതാണ് സംഭവം. എന്താ പറയുന്നത്? ഇതിന്റെ പേരാണ് ചോപ്സ്റ്റിക്. ചോപ്സ്റ്റിക്. മറന്നു ഗൈസ്. എല്ലാം മറന്നു. ഗൈസ് ഞാൻ അധികമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നീ എങ്ങനെ പിടിച്ചത്? ഇങ്ങനെയാണല്ലേ. ചീസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. കൊള്ളാട്ടെ. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഇതിന് 3 പൗണ്ടാ. 3 എണ്ണത്തിന് 300 രൂപ. അയച്ചോ കുഴപ്പമില്ല. അയച്ചോ കഴിച്ച്. ഇത് കൊള്ളാം. നാട്ടിൽ നിന്ന് മോമോസൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതും കൊള്ളാം. സെയിം ടേസ്റ്റ് തന്നെ. പക്ഷെ ഇതുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇതിന് നമുക്ക് എത്ര കൊടുക്കാം? ഡംപ്ലിംഗിന് മാത്രം 5 കൊടുക്കാം. 5 കൊടുക്കാം. ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അറിയത്തില്ല ഇഷ്ടപ്പെടുമെന്ന്. ചിലവർക്ക് ഇഷ്ടപ്പെടും. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് 5 കൊടുക്കാം. ഇതാണ് നേക്കഡ് റാമൻ നൂഡിൽസ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതില് പോർക്കാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം ആയിരിക്കണം ആ സോസ് ഒഴിക്കണമെന്ന് തോന്നുന്നു. ഒഴിക്കണ്ടേ? ഇത് മറ്റേ വെജിറ്റബിൾ ഇതാണ്. നൂഡിൽസും ഉണ്ട് എൻ്റെ സൈഡ്. എങ്ങനെ എടുക്കുന്നത്? നമ്മളാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ അപ്പുറം ചാടിക്കിടന്നവനാണ്. കൊള്ളാം. പക്ഷെ ഇത്രയ്ക്ക് പോലെ. റാമൻ ആദ്യമായിട്ടാണ്. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ എൻ്റെ ടൈപ്പല്ല. നമുക്ക് ഈ സോസ് ഒഴിച്ച് നോക്കിയല്ലേ? സോയ സോസാണ്. ചിലപ്പോൾ ടേസ്റ്റ് വന്നാലോ? കഴിക്കണോ? അല്ലേ വേണ്ട. നമുക്ക് വേറൊരു ഐഡിയ ചെയ്യാം. അവിടെ ഫോർക്കുണ്ട്. ഫോർക്ക് അതിനകത്തുണ്ട്. അത് ഇട്ടെന്ന് പറഞ്ഞു. ചോപ്സ്റ്റിക്ക് മാറ്റിക്കോ. അല്ല ഞാൻ ചൈനീസ് കൈ അതുകൊണ്ട്. സോസിൽ മുക്കി ഒന്ന് കഴിച്ചു. കുഴപ്പമില്ല. ഡിപ്പ് 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 ഡിപ്പ്. ആ സോസ് എടുത്ത് ഞാൻ ഇതിൽ ഒഴിച്ചു കേട്ടോ ഗൈസ്. അത് ഈ സോസിൻ്റെ കൂടെ കഴിക്കേണ്ടതല്ല.
അങ്ങനെ കഴിക്കേണ്ടതാണ്. നല്ല കൊള്ളാമോ? എനിക്ക് മറ്റേ ചൈനീസാണ് ഇഷ്ടം. സ്വീറ്റ് കൊള്ളാം. ചൈനീസ് അല്ല, ഇത് ജാപ്പനീസിന്റെ ആണെന്ന് തോന്നുന്നു. ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഐഡിയ. അപ്പം ഇത് കൊള്ളാം. അതും ഫ്രൈ ചെയ്തിരിക്കുക. ഞെഞ്ഞി ഇതിലൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് 2 പോർക്കുണ്ടോ? അതാ ഒരെണ്ണം ഉള്ളി വഴറ്റിയത്. ഉള്ളിയാണോ ജിഞ്ചറാണോ? വളരെ ക്രിസ്പി ആയിരിക്കും. ഇതിൽ ഒഴിക്കട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെച്ചോ, എനിക്ക് ഒഴിച്ച് വേണ്ട. നമ്മൾ സത്യത്തില് ഞാൻ ഒരു വെറൈറ്റി മേക്ക് ചെയ്യാൻ നോക്കിയ ഇത് മൊക്ടൈലായിരിക്കും. മോമോസ് മാത്രം ഫുള്ള് ബോക്സ് ഉണ്ടായിരുന്നു. മോമോസ് മൊത്തം തീർന്നു. അത് 3 എണ്ണം ഉണ്ടായിരുന്നു. മതി മതി. ചുമ്മാ മനസ്സിലായി. സത്യം സൂപ്പർ ടേസ്റ്റ്. മതി 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 മതി, എനിക്ക് എല്ലാം വേണം. മിക്സ് ചെയ്ത് കുടിച്ചു നോക്കിയേ. കൊള്ളാം. ഇപ്പൊ ഇതിന് 4 സ്റ്റാർ കൊടുക്കാം. ഒരു ഫിസി ഡ്രിങ്ക്. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചെന്ന് വെച്ചാൽ The Notorious Burger. ബർഗറും ചിപ്സും കിട്ടി. ഇതില് കൊടുത്തിരിക്കണെന്ന് പറഞ്ഞാൽ ഈ ടോപ്പില് പുൾഡ് പോർക്ക്, ബേക്കൺ ആൻഡ് ബീഫ് പാറ്റി, ജ്യൂസി ബർഗർ സോസ്, എന്താ പറയുക, സ്പെഷ്യൽ സോസ് ആൻഡ് ലെറ്റ്യൂസ്. ഇത് പബ്ബില ഇതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ നൈഫും എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുണ്ട്. കട്ട് ചെയ്യും. ഇതിൻ്റെ അടുത്ത് ചോദിച്ചല്ലോ. ഇത് കണ്ട 3 ലെയറായിട്ട് ബീഫ്, ബേക്കൺ, പാറ്റി. ഇങ്ങനൊരു കടി ഇങ്ങനൊരു കടി എല്ലാം കൂടെ 3 കൂടെ മിക്സ് ആയിട്ട്. ആണോ? സൂപ്പർ സാധനം. പുൾഡ് ബീഫാ, പിഗ്ഗാ, പോർക്ക്. അത് സൂപ്പർ. മതി. 3 കൂടെ ചേർത്ത് കഴിച്ചു. ചുമ്മാ നമ്മുടെ അടുത്ത് കോക്കതായിട്ട് ഇരിക്കുന്നു. മതി. സാലഡ് കടി ഒരു കടി കടി. പിന്നെന്ത് ബീഫ് കറി കഴിക്കണമെങ്കിൽ ഇഷ്ടമുള്ളൂ. ചീസ് ഇട്ടിട്ടുണ്ട്. ചിപ്സ് അത്ര പോരാ. ഭയങ്കര സ്മോളായ ചിപ്സ്. നല്ല കഴിക്കും നമ്മള്.
Bye. ലാസ്റ്റ് നമ്മൾ വാങ്ങിച്ചത് ഡക്ക് ടൂഫ്. റേറ്റിംഗ് പറയുന്നത് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നോർമലി ബീഫ് ബർഗേഴ്സ് എല്ലാം ഇഷ്ടമാണ്. ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ദ നൊട്ടോറിയസ് ബർഗർ. ചിപ്സ് അത്ര ഭയങ്കര ഇതായിരുന്നു, ഉണങ്ങി. എനിക്ക് റേറ്റിംഗ് പറയാൻ പറ്റില്ല, കാര്യം എനിക്ക് അതിന്റെ ഇത് ഇഷ്ടപ്പെട്ടില്ല. നീ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടതിന്റെ റേറ്റിംഗ് പറയാം. ഇഷ്ടപ്പെട്ടല്ല, കുഴപ്പമില്ല. ഒരു 5 എത്ര കൊടുക്കാം ബർഗറിനും ചിപ്സിനും? ഒരു 3 ബർഗറിന്, ചിപ്സിന്. അത് രണ്ടും കൂടെ ഒരുമിച്ചല്ലേ, അങ്ങനെ. രണ്ട് സാധനം. ബർഗറിന് 0. ഞാൻ റേറ്റിംഗ് കൊടുക്കത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ട പക്ഷെ ഒരു സ്ക്രിപ്റ്റ്സ് ഇല്ല. അപ്പൊ 0യാ? അത് പറഞ്ഞു കൊടുക്കാം. ചിപ്സ് ബർഗറിന് ഞാൻ പറഞ്ഞത് 3 കൊടുക്കാം, ചിപ്സിന് ഒരു 1.3 ഒക്കെ കൊടുക്കാവുള്ളൂ. ബർഗർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ബീഫ് ജ്യൂസി ആയിട്ടുള്ള ബർഗറൊക്കെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട. ടോപ്പില് പോർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അത് ബർഗറിന് ഒരു 4 കൊടുക്കാം. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അതിൻ്റെ. പിന്നെ പറയാനൊന്നുമില്ല, നല്ല ജ്യൂസി ടേസ്റ്റി സാധനമായിരുന്നു. ചിപ്സ് ഇഷ്ടപ്പെട്ടില്ല. ചിപ്സ് ഒരു 2 ഒക്കെ കൊടുക്കാനേ പറ്റൂ. തൊട്ടും 2 കൊടുക്കാൻ പറ്റില്ല, ഒരു 1 ഒക്കെ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഇത്രയ്ക്ക് പോരാ. നെക്സ്റ്റ് നമ്മള് ലാസ്റ്റ് കയറിയ ഷോപ്പാണ്. ലാസ്റ്റ് കയറിയ ജ്യൂസ് വാങ്ങിയ ഫുഡ് ഷോപ്പ് ലാസ്റ്റ് ആണ്. ഇത് നമ്മള് ഡക്ക് റാപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡക്ക് റാപ്പാണ്. ഡക്ക് സ്പൂണൊക്കെ തന്നിട്ടുണ്ട്. സംഭവം ഡക്ക് റാപ്പാണ്. ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഏട്ടന് ഡക്ക് ഞാൻ കറി കഴിച്ചിട്ടുണ്ട്. ആ ഡക്ക് ഞാൻ കറി കഴിച്ചിട്ടുണ്ട്, പക്ഷെ റാപ്പ് ഫസ്റ്റ് ടൈം. പൊമ്പുരാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കൊള്ളാൻ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? റാപ്പോടെ കടിച്ചു കൊള്ളൂല. അപ്പൊ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണം. ഏട്ടൻ കഴിച്ചോ? മൊത്തം കഴിച്ചു. ഇതാണ് സംഭവം. ഡക്ക് കറിയൊക്കെ കൊള്ളാം. അത് ചിലപ്പോ അല്ലെങ്കിൽ ജാപ്പനീസ് അവര് ഇതിലിട്ടിരിക്കണെന്ന് വെച്ചാ ഈ പീത്ത ബ്രെഡ് കണക്കത്തെ ഒരു ബ്രെഡ്. ഈ നാൻ ബ്രെഡാണ്. നാൻ ബ്രെഡ് പ്ലസ് ഡോറിറ്റോസ്, കുറെ ചിക്കൻ, ഡക്ക്, പിന്നെ സലാഡ്, പൊമഗ്രനേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ചേർത്ത് കടിച്ചു. ഒരു ലേസിന്റെ ഡോറിറ്റോസ്. വെച്ച് കഴിച്ചില്ല, കഴിച്ചില്ലോ. നീ ഇഷ്ടപ്പെട്ടില്ല? പക്ഷെ 5 സ്റ്റാർ ഉണ്ടായിരുന്നു. 5 സ്റ്റാർ ഉണ്ടായിരുന്നു. ചിലപ്പം അത് കഴിക്കുന്നതായിരിക്കും. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇതിന് ഡക്കിന് വരാൻ പോർക്കാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു വരാം. ഇത് ഡക്കാണെങ്കിൽ നല്ല ചെവ ഉണ്ട്. ഡക്കിന്റെ ഒരു ടേസ്റ്റ് അറിയാൻ ഡക്കിന്റെ മീറ്റിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. മീറ്റിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഹാഫ് കുക്ക്ഡിന്റെ ടേസ്റ്റ് ആണ്. ഇതിനൊരു 5-ല് 3 കൊടുക്കുന്നേ ഉള്ളു. നീ എത്ര കൊടുക്കുന്നു? വാങ്ങിച്ചില്ല. എക്സ്പെൻസീവ് ഫുഡും പക്ഷെ അതായിരുന്നു.
9 കൊണ്ടാ. കൊള്ളല്ല. പോർക്ക് എടുത്തിരുന്നത് ചിലപ്പം സൂപ്പറായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട് ഡക്ക് എടുത്തത്. എനിക്കും ഇഷ്ടപ്പെട്ടില്ല, സത്യസന്ധമായിട്ട് പറയണം. അപ്പോ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ കുടിച്ച് തീർന്നത് അറിഞ്ഞില്ല. നമുക്ക് സ്പ്രൈറ്റല്ലേ ഇഷ്ടം. അപ്പൊ ഇപ്പഴേ തന്നെ ഫുള്ളായി ഏകദേശം. നിങ്ങൾക്ക് നന്നായിട്ട് ഫുള്ളായി. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവുക. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. പറ്റുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. സോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതന്നെ ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക. എല്ലാം ചെയ്യണ്ട, നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. എന്ത് തെറ്റുകളുണ്ടെങ്കിൽ കമന്റ് ഇടുക, നമ്മളെ തിരുത്തുന്നതായിരിക്കും. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.